അപ്പോൾ അത് കംപ്ലീറ്റ്ലി വെള്ളമായി മാറിയിട്ടുണ്ട് കേട്ടോ, ആ ഡയപ്പേഴ്സിൽ ജെല്ല് മുഴുവനായിട്ട്. ഹൈ ഓൾ, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് കുറച്ച് ഡയപ്പേഴ്സായിട്ടാണ് വന്നിട്ടുള്ളത് ഗൈസ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സാണ്, അമ്പാടിയുടെ ഉപയോഗിച്ചതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്ത ആരെങ്കിലുമൊക്കെ ഇതുപോലെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നുണ്ടാവുമല്ലോ, സോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഡയപ്പേഴ്സൊക്കെ അതൊന്ന് നനച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഡയപ്പേഴ്സൊക്കെ അതിലൊന്ന് മുക്കി വയ്ക്കുന്നുണ്ട്. ആ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. എന്നാലാണ് നമുക്കിത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ജെല്ല് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അത് വീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് അത് നടുക്ക് കട്ട് ചെയ്തിട്ട് അതിലുള്ള ജെല്ലുണ്ടാവില്ല, അത് നമ്മൾ ഒരു ബക്കറ്റിലേക്ക് എടുക്കുക. അപ്പോൾ ഇതിൽ യൂറിൻ പാസ് ചെയ്തത് മാത്രമല്ല, മോഷൻ പോയതിൻ്റെ ആ ഒരു അപ്പം യൂസ് ചെയ്ത ഡയപ്പേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. മോഷനൊന്നുമില്ല, അതൊക്കെ നമ്മൾ കഴുകി കളഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മോഷൻ പോയ അതിൻ്റെ ഉള്ള ജെല്ലൊക്കെ വേറൊരു കളറായിരിക്കും, ഒരു മഞ്ഞ അല്ലെങ്കിൽ കറുപ്പ് കളറിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഡയപ്പേഴ്സും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ജെല്ല് നമ്മൾക്ക് എന്താ പറയുക, അധികം ഉപയോഗിക്കാത്ത അങ്ങനത്തെ ഒക്കെ ബക്കറ്റ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു ബക്കറ്റിലേക്ക് ഇടുകയാണ് അതിൻ്റെ ജെല്ല് മുഴുവൻ. അപ്പോൾ ഞാനൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിതുപോലെ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡയപ്പേഴ്സ് ഉണ്ടല്ലോ, ഒരിക്കലും ഇത് ഒരു കാരണവശാലും നിങ്ങൾ വെറുതെ അങ്ങ് വലിച്ചെറിയോ അല്ലെങ്കിൽ നിങ്ങൾ ടോയ്ലറ്റിൽ ഡിസ്പോസ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. കാരണം വേറൊന്നുമല്ല, ഇത് വീർത്ത് വരുന്നൊരു സംഭവമാണ്, കെമിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പറമ്പിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും ആവില്ല, അത് വെറുതെ അങ്ങനെ കിടക്കും. ഇനി അഥവാ ക്ലോസറ്റിലിട്ടാലോ അതങ്ങ് വീർത്തിട്ട് ക്ലോസറ്റ് അങ്ങനെ ഇതാവും, മീൻസ് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആവും. അപ്പം ഈ രണ്ട് കാര്യങ്ങളും ചെയ്യരുത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇതുപോലെ ഡിസ്പോസ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഞാൻ ആ ജെല്ല് മുഴുവൻ എടുത്ത് ബക്കറ്റിലിട്ടു. എന്നിട്ട് ഉപ്പുണ്ടല്ലോ, കല്ലുപ്പ്, ഒരു പാക്കറ്റിൻ്റെ പകുതിയോളം ഞാൻ ഒരു ബക്കറ്റിലിട്ടിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ ഒരു ബക്കറ്റിലും ഇതുപോലെ പകുതി ഉപ്പിട്ടിട്ടുണ്ട്. ഈ കല്ലുപ്പാണ് ഇടേണ്ടത്, എന്നാലാണ് റിസൾട്ട് ഉണ്ടാവുള്ളൂ. കല്ലുപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം അതിലേക്ക്. അപ്പോൾ തന്നെ നന്നായിട്ട് വീർത്ത് വരും. എന്നിട്ട് നമ്മളിതൊരു 2-2.5 മണിക്കൂർ ഇതിങ്ങനെ അനക്കാണ്ട് വെക്കണം, ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അനക്കാണ്ട് വെക്കണം. കല്ലുപ്പ് മസ്റ്റാണ്, അതില്ലാന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജെല്ലുണ്ടല്ലോ വെള്ളമായി മാറും. അപ്പോൾ ഇതിൽ കണ്ടില്ല, അതിൻ്റെ ആ ഒരു പ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കംപ്ലീറ്റ്ലി വെള്ളമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 2.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് 2.5 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, ഇത് കംപ്ലീറ്റ്ലി വെറും വെള്ളമായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ, അതിൽ മോഷൻ പോയതിൻ്റെ ആ ഒരു ഡയപ്പേഴ്സൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഇനി ഈ വെള്ളം നിങ്ങൾ എവിടെ കളയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നമ്മൾ ടാങ്ക് ഉണ്ടെങ്കിൽ ആയിരിക്കും അങ്ങനെ ഒഴിച്ച് കളയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയുടെ താഴെ ഒഴിക്കുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. കാരണം കെമിക്കലാണ്, ചിലപ്പോൾ ഇത് വീർത്ത് നല്ല സാധ്യതയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലോസറ്റിൽ ഒഴിക്കരുത് കേട്ടോ. ചിലപ്പോൾ അഥവാ അത് വീർത്ത് വന്നു കഴിഞ്ഞാൽ അത് ബ്ലോക്കാവും. അപ്പോൾ ഈ ഒഴിഞ്ഞ പറമ്പൊക്കെ ഉണ്ടല്ലോ, ചെടിയൊന്നും ഇല്ലാതെ കിടക്കുന്ന പറമ്പുണ്ടല്ലോ, ആ പറമ്പിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ചെടിയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടൊഴിക്കുക കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഉണക്കിയിട്ട് കത്തിച്ച് കളയാം.